വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഗ്രേസിന് 1 മാസം പ്രായമുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പം ഈ ഫോട്ടോ ആണ് നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ആളുകളെ മാത്രം, ഞങ്ങളെ മാത്രം ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് എടുക്കാം. അപ്പം ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കട്ട് ചെയ്യണം. ഇനി ഈ കട്ട് ചെയ്ത ഫോട്ടോ നമുക്ക് ഇങ്ങനെ ഈ ബോട്ടിലേക്ക് ഒട്ടിക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂവോ മോഡ് പോഡ്ജോ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോഡ് പോഡ്ജാണ്. ഒരു തിൻ കോട്ട് അപ്ലൈ ചെയ്യാം ബാക്ക് സൈഡിൽ. ഇനി അത് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ബോട്ടിലേക്ക് ഒട്ടിക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ മോഡ് പോഡ്ജ് ഒരു തിൻ കോട്ട് ടോപ്പ് പാർട്ടിലും കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒന്ന് സീൽ ചെയ്യാനാണ്. കാരണം നമ്മൾ ഈ ബോട്ടിൽ പുറത്ത് വെക്കുമ്പോൾ ഫോട്ടോ കേടുവരില്ല സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. നിങ്ങളുടെ കയ്യിൽ മോഡ് പോഡ്ജ് ഇല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ ഗ്ലൂ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഫോട്ടോയുടെ മീതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോ സീൽ ചെയ്തിരിക്കും. ഫോട്ടോൻ്റെ പുറത്തേക്ക് ആയതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് ഒരു ബോർഡർ കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിന് ചേരുന്ന ഒരു ബോർഡറാണ് കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ എന്ത് കളറാണോ അതിന് യോജിക്കുന്നത്. ഇപ്പം എൻ്റെ സാരി ഒരു സെറ്റ് സാരി ആയതുകൊണ്ട് ഞാനൊരു ഗോൾഡൻ തിൻ ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ക്രീം കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 3D ലൈനറാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. എൻ്റെ അടുത്ത് ഗോൾഡ് കളർ ഇല്ല. അപ്പം ഞാൻ ട്രാൻസ്പെറൻറ്റ് 3D ലൈനർ കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു ഗോൾഡ് മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇനി ബോട്ടിലിൻ്റെ ടോപ്പ് പാർട്ടിൽ നമുക്ക് ഒരു കോട്ടൺ ത്രെഡ്, ഒരു ഓഫ് വൈറ്റ് കോട്ടൺ ത്രെഡ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഗോൾഡ് മാർക്കർ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ലൈനറിന് ഒരു കളർ കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ആ സെയിം മുകളിൽ ഉപയോഗിച്ച് സെയിം ത്രെഡ് ബോർഡറായിട്ട് കൊടുക്കുകയാണ് ഫോട്ടോയ്ക്ക്. ഇത് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് ഒട്ടിക്കണം.
ഇനി നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ്, മാച്ചിങ് ബീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ക്ലേ ഉപയോഗിച്ചുണ്ടാക്കിയ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ച കുറച്ച് ബീഡ്സാണ്. അപ്പം അത് ഞാനൊരു ഗോൾഡൻ ത്രെഡിൽ കോർത്തിട്ട്, ഗോൾഡൻ വയർ ത്രെഡാണ് കേട്ടോ, ഈ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന വയർ ത്രെഡ്, അതിൽ കോർത്തിട്ട് ഞാൻ ഇവിടെ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഡ്സ് പിടിപ്പിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. ആ ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാനെടുക്കുന്ന ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെയ്ത വർക്ക് നമ്മൾ ചെയ്ത സമയം ഓൺലി 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സേ ഉള്ളൂ. ട്രൈ ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അധികം ടൈം ഒന്നും എടുത്തിട്ടില്ല ഇത് ചെയ്യാനായിട്ട്. സോ നമുക്ക് ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു ഫോട്ടോ ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കാം.